ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ മുഹമ്മദ് റിയാസ് KT, വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ അങ്ങേറ്റം കണ്ടുവരുന്നൊരവസ്ഥയാണ് ടോൺസിലൈറ്റിസ് എന്നുള്ള തൊണ്ടവേദനയോടുകൂടി വരുന്ന, പനിയോടുകൂടി വരുന്ന കുട്ടികൾ പ്രധാനമായിട്ട് കണ്ടുവരുന്നൊരവസ്ഥയാണ് ടോൺസിലൈറ്റിസ്. തൊണ്ടയുടെ ഉൾവശത്ത് രണ്ട് സൈഡിലായിട്ട് കാണുന്ന ഒരു ഉണ്ട പോലെയുള്ള ഒരു ദശ പോലത്തെയുള്ള ഒരു അവയവമാണ് ടോൺസിൽ. പലപ്പോഴും ഇത് കുട്ടികളിൽ ഇത് സ്ഥിരമായിട്ട് അവിടെ ഇൻഫെക്ഷൻ, അണുബാധ വരിക, അത് വീർത്ത് നിൽക്കുക, അതുവഴി അവർക്ക് തൊണ്ടവേദന ഉണ്ടായി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്ഥിരമായി പനി ഉണ്ടാകുന്ന അവസ്ഥ, ഈ ഒരു അവസ്ഥയ്ക്കാണ്, ഈ രോഗ ലക്ഷണങ്ങൾക്കാണ് ടോൺസിലൈറ്റിസ് എന്ന് പറയാം. അത് അക്യൂട്ട് ടോൺസിലൈറ്റിസ് ഉണ്ട്, ക്രോണിക് ടോൺസിലൈറ്റിസ്. സാധാരണ എപ്പോഴും വന്നു പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഒരു അക്യൂട്ട് ടോൺസിലൈറ്റിസ് സ്ഥിരമായിട്ട് കുട്ടികളിൽ ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ്. അതിനാണ് ക്രോണിക് ടോൺസിലൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ടോൺസിൽ എന്ന ഗ്രന്ഥിയിൽ നീര് വരിക, പഴുപ്പ് വരിക എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വശം, ഇത്തരം കുട്ടികൾക്ക് സ്ഥിരമായിട്ട് പനിയും മറ്റുണ്ട്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഒരു കാരണവശാലും നമ്മൾ തണുത്ത ഭക്ഷണം കൊടുക്കേണ്ടത്. പിന്നെ സ്ഥിരമായി അത്തരം കുട്ടികൾ കണ്ടുവരുന്നതാണ് അവർക്ക് അലർജി എന്നുള്ളത്. അലർജി അത് എപ്പോഴും മൂക്കൊലിക്കുക, ഇതിനോടൊപ്പം തന്നെ നമുക്ക് അഡിനോയിഡ്, മൂക്കിൽ ദശയും നമ്മൾ കാണുന്ന ഒരു അവസ്ഥയുണ്ട്. സാധാരണ രീതിയിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് പലപ്പോഴും കാണുക. അപ്പം നമ്മൾ അത്തരം കുട്ടികളിൽ അലർജി സ്ഥിരമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം. അതായത് അവർ തണുത്ത ഭക്ഷണം കഴിക്കുക, ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിക്കുക, ഈ ഫാനിൻ്റെ ഒക്കെ നേരെ ചുവട്ടിൽ നിന്ന് കിടന്നിട്ട് ആ കാറ്റൊക്കെ പിന്നെ ശ്വസിക്കുന്ന അവസ്ഥ വരിക, രാത്രി കാലങ്ങളിൽ തണുപ്പോടുകൂടി യാത്ര ചെയ്യുന്ന, വായ തുറന്ന് അങ്ങനെ ഇൻഫെക്ഷൻ വരുന്ന അവസ്ഥ, അത്തരം മഞ്ഞ് തണുപ്പ് എന്നുള്ളതൊക്കെ മാറി നിൽക്കണം. അപ്പോൾ ഈ അലർജി ശരിക്കും നമ്മൾ കൺട്രോൾ ചെയ്ത പരിധി വരെ നമുക്ക് ഈ ടോൺസിലൈറ്റിസ് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഭക്ഷണ രീതികൾ, തണുത്ത ഭക്ഷണം, ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ബേക്കറി ഐറ്റംസ്, കോളകൾ, ഇതൊക്കെ ഒഴിവാക്കിയ ഈ ടോൺസിലൈറ്റിസ് മാറ്റാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴാണ് ഈ ടോൺസിൽ നമ്മൾ ചികിത്സിക്കേണ്ടത്. ഈ പഴുപ്പും പനിയും വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചികിത്സിക്കണം, പനിയൊക്കെ. ഇനി ഈ സ്ഥിരമായിട്ടൊരു കുട്ടിയിൽ ഇത് ഒരു മാസം കൂടുമ്പോൾ, 2 മാസം കൂടുമ്പോൾ സ്ഥിരമായിട്ട് തൊണ്ടവേദന, പഴുപ്പ്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഈ അവസ്ഥ വരികയാണെങ്കിൽ നമ്മളത് 1 വർഷം വരെ നോക്കും. വർഷത്തിൽ ഇത് 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഈ ടോൺസിൽ എന്ന ഈ ഗ്രന്ഥി നമുക്ക് ഒഴിവാക്കാനുള്ള സമയമായി എന്നുള്ള, അത് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുമല്ല. അപ്പോൾ അത്തരം നമ്മൾ അമ്മമാർ, മാതാപിതാക്കളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്, ഇതൊരിക്കലും എടുത്തു വെക്കുന്ന വലിയൊരു ഓപ്പറേഷൻ ഒന്നുമല്ല. പക്ഷേ ആ കുട്ടിക്ക് ഒരു തവണ ഇത് ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയുകയാണെങ്കിൽ ആ കുട്ടിക്ക് അവിടെ നിന്നുള്ള ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങളും, വെറുതെ രീതിയിൽ നമ്മൾ അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന അവസ്ഥയിൽ മാറ്റിയെടുക്കാം. അപ്പം നമ്മൾ ആദ്യം 1 വർഷത്തോളം നമ്മൾ ചികിത്സിക്കുക തൊണ്ടവേദനയ്ക്ക്. എന്നിട്ടും ഈ ടോൺസിൽ സ്ഥിരമായിട്ട് വലുതായി ഇങ്ങനെ നിന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ തൊണ്ടയിൽ ഉൾവശം വലുതായി നിൽക്കുന്നത് കാണുമ്പോൾ, സ്ഥിരമായി തൊണ്ടവേദന വരുമ്പോഴൊക്കെ നമ്മൾ വരുന്നൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ ഓപ്പറേഷനെ കുറിച്ച് ആലോചിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അലർജി ആയിരിക്കും കുട്ടികൾക്ക് അധികം ഉണ്ടാവുക. അലർജിക് ഫാരിഞ്ചൈറ്റിസ് പോലൊക്കെ സ്ഥിരം അത് കൺട്രോൾ ചെയ്യുക, ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കുക, മറ്റ് അണുബാധ ഉണ്ടാകുന്ന അവസ്ഥകൾ, പൊടി മഞ്ഞ് പടലങ്ങളൊക്കെ നിന്ന് മാറി നിൽക്കുക, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള അവസ്ഥയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചികിത്സാ രീതികൾ. അപ്പോൾ ടോൺസിൽ നിന്ന് നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ മാറി നിൽക്കാൻ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ. എല്ലാവർക്കും ആരോഗ്യപരമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.